സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ നാഷണൽ സുവോളജി പാർക്കിലേക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു മൃഗശാലയാണ് ഇത്. ഏകദേശം 336 ഏക്കറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. 8 മണിക്ക് ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ എത്താൻ വേണ്ടി ഏകദേശം 125 കിലോമീറ്റർ എടുക്കും. 125 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5-4 മണിക്കൂർ എടുക്കും തൃശ്ശൂർ എത്താൻ വേണ്ടി. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നാഷണൽ സുവോളജി പാർക്കിലേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. 12 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പന്തീരങ്കാവ് ടോൾ പ്ലാസ. ഇവിടുന്ന് ടോൾ ഫീസൊക്കെ അടച്ച് നേരെ മുന്നോട്ട് നീങ്ങി. നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല റോഡൊക്കെ ആയതിനെക്കൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ആ കാണുന്നതാണ് കരിപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി സൈഡാക്കി നിർത്തി. ഇനി ഇവിടുന്ന് പൊന്നാനിക്ക് 13 കിലോമീറ്റർ ആണുള്ളത്. കരിപ്പോട് വെട്ടിച്ചിറയുന്ന ഒരു ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട്. 65 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും നമ്മൾ തൃശ്ശൂർ എത്താൻ വേണ്ടി. അങ്ങനെ പ്രകൃതി സുന്ദരമായ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നേരെ മുന്നോട്ട് യാത്ര തുടങ്ങും. അങ്ങനെ നമ്മൾ 11:30 ആകുമ്പോഴേക്കും തൃശ്ശൂർ എത്തി. 3.5 മണിക്കൂറാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ എത്താൻ വേണ്ടി എടുത്തത്. ഇതിപ്പോൾ കാണുന്നത് തൃശ്ശൂരെ സ്റ്റേറ്റ് മ്യൂസിയം മൃഗശാലയുമാണ്. കേരളത്തിലെ ഏറ്റവും പഴയ മൃഗശാലകളിൽ ഒന്നാണിത്. 1985 കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ 15ാമൻ്റെ കാലത്താണ് ഇത് സ്ഥാപിതമായത്. ഇവിടെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. പ്ലാസ്റ്റിക് ബോട്ടിൽ, ഫുഡ് അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടില്ല. പ്ലാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, നല്ല കാലാവസ്ഥയെ കൊണ്ട് നമുക്കിങ്ങനെ മൃഗങ്ങളെ കണ്ടിങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്. ഇന്ന് ഞായറാഴ്ചനെ കൊണ്ടുണ്ടോ ഇത്ര തിരക്ക്? സാധാരണ ദിവസങ്ങളിലൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പാരിഷ് ടൈപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ നീർമാതളത്തിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. നീർമാതളം, മുള്ളാത്ത, ഉള്ള ടൈപ്പ് കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നിറയെ ചക്കകളൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട്. ആരും പറിക്കാനൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് മുള്ളമ്പന്നിനെയാണ്. ഇത് കറുവപ്പെട്ടതിൻ്റെ മരം കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ ഓരോരുത്തർ പറിക്കുന്നുണ്ട്. ഇത് കറുവപ്പെട്ടല്ല, ഇത് പാല, ഡബിൾ ട്രീ. ഇത് സുഹൃത്തുക്കളത് പന്നിമാനാട്ടോ. നിറയെ പന്നിമാനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്, എന്നാലും മുഴുവൻ കണ്ടിട്ടൊക്കെ ഞാൻ പോവാം. ഇനി കുറച്ചും കൂടി മൃഗങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് മാനിനെ പോലത്തെ കുറച്ച് മൃഗങ്ങളെ കാണാം. നമ്മളാവാണോന്നൊരു സംശയമുണ്ട്. ഇതെന്താണ് നമുക്ക്? അതാ കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ. കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ. ഒന്ന് പോയി നോക്കല്ലേ. ഗ്ലാസിൻ്റെ കൂട്ടിലിട്ടിരിക്കുക. നല്ല നോക്കാം അത്. ഇത് കൊച്ചിയിലെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് കേട്ടത്. ഗ്ലാസ്സൊക്കെ കിട്ടാൻ കൊണ്ട് നല്ല ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കുട്ടികളുടെ പാർക്ക്. ഇപ്പോൾ ഉച്ച സമയം കൊണ്ടാണ് ആരും ഇല്ലാത്തത്. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. 3D ദൃശ്യാനുഭവം ആസ്വദിക്കൂ. ഡോണ്ട് മിസ് ദ റിയൽ 3D എക്സ്പീരിയൻസ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തുറക്കലുണ്ടോയെന്ന് തന്നെ അറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചില സാങ്കേതിക കാരണങ്ങളാൽ 3D തിയേറ്റർ പ്രവർത്തിക്കുന്നതല്ല. സൂപ്രണ്ട്. പുള്ളിപ്പുലി, ജംഗിൾ കാറ്റ്, കാട്ടുപൂച്ചയൊക്കെ ഉണ്ട്. പക്ഷേ കൂടൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇതൊക്കെ പുറത്ത് അടി അയക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇതാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലേ? മൃഗങ്ങളെ മാത്രം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ആ ശരി ശരി, ഓക്കെ. പുലി ഉണ്ടല്ലോ അവിടെ? ഓക്കെ, ഒന്ന് പോയോട്ടെ. അടിപൊളി പുലി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. 1.5 പുലിയാണ്, പക്ഷെ ശരിക്കും ക്ലിയർ ആകുന്നില്ല. അതാ മോനെ എണീച്ച് വരുന്നുണ്ട്. അതാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നവർക്ക് ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. വിശ്രമ കേന്ദ്രം. പക്ഷേ ഇവിടെ എന്താ അറിയോ, ഇവിടെ എവിടെ നോക്കിയാലും പ്ലാവ്, ചക്ക ഒക്കെ ഉണ്ട്. അവിടെ ഒരു വലിയൊരു വൃക്ഷം കണ്ടോ, അതിൻ്റെ താഴത്തൊരു ചെയർ വിട്ടിട്ടുണ്ട് വിശ്രമിക്കാനുള്ള. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പുറത്തേക്ക് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഇത് ഫ്രീ പാസ്സാണ്. എന്നാലും നമുക്ക് സമയം ചിലവാക്കാനൊക്കെ നല്ലൊരു അടിപൊളി സ്ഥലമാണത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. ഇനി ഇവിടുന്നാണ് നമുക്ക് പോകാനുള്ളത് പുത്തൂരുള്ള നാഷണൽ സുവോളജിക്കൽ പാർക്കിലേക്ക്. ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ടിക്കറ്റ് ചാർജ്. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 20 രൂപയും പിന്നെ സീനിയർ സിറ്റിസണിന് 30 രൂപയും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 20 രൂപയും ഒക്കെയാണ്. പിന്നെ ക്യാമറയ്ക്ക് 350 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപ, അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണുള്ളത്. ഇത് ഇവിടുന്ന് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയാലൊരു താമര ആമ്പലൊക്കെ ഉള്ളൊരു കുളം കാണാം. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ, നാഷണൽ സുവോളജിക്കൽ പാർക്ക് എന്ന്. പിന്നെ ഇടനാഴിയിലൂടെ നേരെ മുന്നോട്ട് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇവിടെ നേരെ കയറുന്നിടത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്കോ ലഘു കടികളോ ചായകളോ ഒക്കെ കഴിക്കേണ്ടവർക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ 2 മുതലുണ്ട്, കണ്ടില്ലേ? പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇതിലെന്താണ്? ആമക്കുളം. ആമ ഉണ്ടോ? മുകളിലൊന്ന് മാത്രമേ കാണുന്നുള്ളൂ, ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. മയിലിനൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല. അതാ ഒരു മയിലതാ പീലി വളർത്തിക്കുന്ന മലയണ്ണാൻ, വെള്ളച്ചെവിയൻ. അത് കറുത്ത ചെവിനാ? ഇതിൻ്റെ പേര് സിൽവർ ഫെസൻ്റ് എന്നാണ് കേട്ടോ. ഇത് വെൺപകം. ഇത് വെൺപകം എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. ഇതാണ് കന്യാസ്ത്രീ കൊക്ക്. കന്യാസ്ത്രീ കൊക്ക് അതാ മുകളിൽ കയറിക്കുന്നത്. കന്യാസ്ത്രീ കൊക്ക് അതാ മുകളിൽ കയറിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ആയി വരുന്നല്ലേ ഉള്ളൂ, അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ദൂരം അങ്ങോട്ട് മുകളിലേക്ക് നടക്കാനുണ്ട്. നല്ലൊരു രസമാണ് ഇങ്ങനെ നടന്ന് പോകാനൊക്കെ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാലും അവരോടൊക്കെ ഗംഭീരമായി. ചെറുതായിട്ട് മഴ ചാറുന്നതും കൂടി ആകുമ്പോണ്ടല്ലോ അപ്പോൾ ഈ ഇത് കാണാനൊക്കെ നല്ലൊരു ഇതാണ്, നല്ലൊരു വൈബാണ് ശരിക്കും. ലൻറ്റ് വാലി. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ. KSRTC ബസ് വരുന്ന സ്ഥലമാണ് ഇവിടെ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കോളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും കാണുന്നില്ല. ഇത് കാലിയായി കിടക്കുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല മഴയുണ്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ് കേട്ടോ. ഫോട്ടോക്കെ എടുത്തതിനെ കൊണ്ട് കഴിച്ചില്ലായി. ഇല്ലെങ്കിൽ മഴ തൊടി എങ്ങനെയാണ് പോവാ. അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം കൂടി ചുറ്റി വളഞ്ഞ് ആദ്യ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നേരെ മുന്നേ, ആ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. എന്തായാലും ഒരു മഴയെ കൊണ്ട് വന്നല്ലേ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച്. ഇവിടെ ചായക്കൊക്കെ 12 റുപ്യകളും പുറത്ത് 14, 15 ഒക്കെയാണല്ലോ. അപ്പോൾ എല്ലാ കടികൾക്കും ചായക്കൊക്കെ മിതമായ റേറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ KSRTC ബസ് വന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നിടത്തേക്ക് തിരിച്ചു പോകാം. പക്ഷേ അതിൽ കൂടി പോയാൽ കുറേ സ്ഥലങ്ങൾ എന്നെയും കൂടി കാണാനുണ്ട്. അത് കണ്ടിട്ട് പോകുന്നതായിരിക്കും നന്നാകുക. ഇവിടേക്ക് അധികമുള്ളത് ഈ പുല്ലുകൊണ്ട് മേഞ്ഞ പോലത്തെ വീടുകളാണ്. പിന്നെ കല്ലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. പുലി ഉണ്ടോയെന്ന് നമുക്കൊന്ന് കയറി വെക്കാം. ഒരു പുലി അതാ നേരെ ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നിൽക്കുന്ന. ഇത്ര തൊട്ടടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുലിനെ കാണുന്നത്. സാധാരണ നമ്മൾ മൃഗശാലയിലൊക്കെ കാണുമ്പോൾ കമ്പീൻ്റെ കൂട്ടിലാണല്ലോ കാണുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നേരിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള പോലെ തോന്നും കേട്ടോ. ഗംഭീരം ഇറക്കാണ് നമ്മുടെ പുലിയെ കാണാൻ. ബംഗാൾ ടൈഗറിനൊക്കെ ഉണ്ട്. ഒരു സൈസ് കടുവ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിരിക്കണം. എന്തായാലും ഇവിടെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കൂടിനുള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം തന്നെയാണത്. ഇവിടെ മൃഗങ്ങൾക്കായിട്ട് വലിയ തുറന്ന കൂടുകളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് അവയുടെ സ്വാഭാവികമായ പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനോഹരമായ വനപ്രദേശമാണ്. ഇവിടെ മൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയോട് സാമ്യമുള്ളതിനാൽ ഇത് അവയുടെ ക്ഷേമത്തിനും സ്വഭാവ രീതിക്കൊക്കെ വളരെ നല്ലതാണ്. പഴയ മൃഗശാലയിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് മൃഗങ്ങളെയും പക്ഷികളൊക്കെ ഇങ്ങോട്ട് മാറ്റിയത്.
പുലി, കടുവ, കാട്ടുപോത്ത് എന്നീ തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ കണ്ട് നേരെ താഴോട്ടിറങ്ങി അവിടെ ഒരു വിശാലമായ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്യാൻറ്റീനുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയയിലും ഓരോ ക്യാൻറ്റീൻ ഉണ്ടാവും. പിന്നെ പ്രകൃതി സുന്ദരമായ ഓരോ കാഴ്ചകൾ കണ്ട് നേരെ താഴോട്ടിറങ്ങി. ഇനിയൊന്നും കാണാനില്ല വിചാരിച്ച് താഴോട്ടിറങ്ങിയപ്പോഴാണ് എമുവിനെ കാണുന്നത്. എമു, ഹിപ്പോപ്പൊട്ടാമസ് എന്നിവയൊക്കെ ഈ ഏരിയയിലാണുള്ളത്. അത് കഴിഞ്ഞ് നേരെ അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ്റെ സൈഡിൽ കൂടി നേരെ തൊട്ടപ്പുറത്താണ് KSRTC ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് ബസ്സിന് ഫ്രീ ആണെന്ന് പറഞ്ഞ് ചില സമയങ്ങളിൽ ഈ ബസ്സിനൊക്കെ ഫ്രീ ആണ് ചാർജ്, ചില സമയത്ത് ബസ്സിന് ടിക്കറ്റ് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ നേരെ ഞങ്ങൾ ബസ് കയറി. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. നാഷണൽ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.